നമസ്കാരം. വർഗീയത തിന്ന് വിശപ്പ് മാറ്റുന്ന മന്ദബുദ്ധികൾ നാട്ടിൽ നിറഞ്ഞാൽ യഥാർത്ഥ പട്ടിണിയും പരിവട്ടവും നാടിൻ്റെ സമൂലവും അപരിഹാര്യവുമായ സാമ്പത്തിക തകർച്ചയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമൊന്നും അവർക്ക് വിഷയമാവില്ല. അങ്ങനെയുള്ളവരോട് ഈ കണക്ക് നിരത്തിയിട്ടൊന്നും ഫലമില്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും മോദി ഭരണത്തിൻ്റെ അവസാന യാമത്തിലും 2024 തുടക്കത്തിലുമായി പുറത്തുവന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേയിലെ കണ്ടെത്തലുകൾ പ്രേക്ഷകർക്കായി സമർപ്പിക്കുകയാണ്. ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സർവേയിൽ പങ്കെടുത്തവർ ഭൂരിഭാഗവും ഏതാണ്ട് 64% എന്നുവെച്ചാൽ ഗണ്യമായ എണ്ണം ആളുകൾ കഴിഞ്ഞ ദശകത്തിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി വഷളായി അല്ലെങ്കിൽ അതേപടി തുടരുകയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മോദി സർക്കാരിൻ്റെ തുടർഭരണത്തിന് കീഴിൽ ഇതിൽ 1/3 ഏതാണ്ട് 35% പേർ തങ്ങളുടെ സ്ഥിതി 2014 ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് കൂടുതൽ വഷളായതായി രേഖപ്പെടുത്തി എന്നതാണ്. ഇത് മോദി സർക്കാരിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ അവസാനത്തിൽ സർവേയിൽ പങ്കെടുത്തവരുടെ നിരാശാജനകമായ മാനസികാവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2023 ഡിസംബർ 15-നും 2024 ജനുവരി 28-നും ഇടയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെലിഫോൺ അഭിമുഖത്തിലൂടെ 35,801 പേർ പ്രതികരിച്ച മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത് ഇന്ത്യ ടുഡേയും സീ വോട്ടറും ചേർന്നാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ച് 71% പേർ സ്ഥിതിഗതികൾ വളരെ ഗുരുതരം എന്ന് പറഞ്ഞപ്പോൾ സർവേയിൽ പങ്കെടുത്തവരിൽ 54% പേരും തൊഴിൽ സാഹചര്യം വളരെ ഗുരുതരമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. സർക്കാർ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും തൊഴിലില്ലായ്മയുടെ വസ്തുനിഷ്ഠമായ ഡാറ്റ രാജ്യം നേരിടുന്ന സങ്കടകരമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇത് 5 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏജൻസിയായ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് തയ്യാറാക്കിയ തൊഴിൽ ഡാറ്റ പുറത്തുവിടാൻ അനുവദിക്കാതെ വിവാദപരമായി തടഞ്ഞുവെച്ചതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സർക്കാർ ജോലികളിൽ നിയമന നിരോധനം വർഷങ്ങളോളമായി തുടരുകയാണ്. ഒരു തലമുറ മുഴുവൻ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും വിജ്ഞാപനങ്ങൾ പുറത്തു വരുന്നില്ല. സൈനികരെ നിയമിച്ചതാവട്ടെ അഗ്നിവീർ മാതൃകയിൽ 4 വർഷത്തേക്ക് താൽക്കാലിക വ്യവസ്ഥയിലും. സൈനികന്റെ ബഹുമാനവും സ്ഥിരവരുമാനവും ലക്ഷ്യം വെച്ചുള്ള ഒരു ജോലി എന്ന ആശയം പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുന്ന ഹ്രസ്വകാല കരാർ സൈനിക ജോലി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നേടാനുള്ള വഴികളെ കൂടി ബാധിച്ചു. ഇന്ത്യയിലെ ശരാശരി പ്രായം ഏകദേശം 30 വയസ്സാണ്. ജനസംഖ്യയുടെ ഏതാണ്ട് 65%-ലധികം പേർ 35 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് എന്ന് കണക്കാക്കുമ്പോഴാണ് രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മയുടെ ആഴവും ആഘാതവും വ്യക്തമാവുന്നത്. നിലവിലെ വീട്ടുചെലവുകൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് എന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ 62% പേരും ആശങ്കപ്പെട്ടത്. സർവേയിൽ പങ്കെടുത്തവരിൽ 95% പേർക്കും വിലക്കയറ്റം ആശങ്കയുണ്ടാക്കുന്നു എന്നും അടയാളപ്പെടുത്തുന്നുണ്ട്. സർവേയിൽ ഉടനീളമുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന ശതമാനം രേഖപ്പെടുത്തിയ സംഖ്യയാണത്. മൊത്തം 66% പേർ തങ്ങളുടെ കുടുംബ വരുമാനം ഉയരുമെന്ന് കരുതുന്നില്ലെന്ന് പറയുമ്പോൾ 30% പേർ അത് മോശമാകുമെന്നാണ് കരുതുന്നത്. വിലക്കയറ്റമാണ് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് സർവേയിൽ പങ്കെടുത്ത 26% പേരും പറയുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം 2023 ഡിസംബറിലെ 9.5%-വും ജനുവരിയിൽ 8.3%-വുമാണ്. ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ ഭക്ഷ്യവിലക്കയറ്റം 9%-മാണ്. ഇതിനിടെ റിസർവ് ബാങ്ക് നടത്തിയ ഉപഭോക്തൃ വിശ്വാസ സർവേകൾ പണപ്പെരുപ്പത്തെ ചൊല്ലി കുടുംബങ്ങൾക്കിടയിലെ ഉത്കണ്ഠ വ്യക്തമാക്കിയതും ഈ സർവേയും ചേർത്ത് വായിക്കുമ്പോൾ സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന് കാണാൻ യാതൊരു പ്രയാസവുമില്ല. സാമ്പത്തിക നയങ്ങൾ കർഷകർക്ക് പ്രയോജനകരമാണെന്ന് 9% പേർ കരുതുമ്പോൾ 11% പേർ ചെറുകിട ബിസിനസ്സിന് പിന്തുണയ്ക്കുമെന്നും 8% പേർ ശമ്പളക്കാരായ വിഭാഗത്തിന് മാത്രം പ്രയോജനം ചെയ്യുന്നതാണെന്നും അഭിപ്രായപ്പെട്ടു. മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചുവെന്നാണ് സർവേയിൽ പങ്കെടുത്ത പകുതിയോളം പേരുടെയും വികാരം. 45% പേർക്കും ഈ വിടവ് വർദ്ധിച്ചതായി തോന്നുന്നുണ്ട്. ഇന്ത്യ ടുഡേ ഉദ്ധരിച്ച സാമ്പത്തിക വർഷം 22-23 എന്നിവയ്ക്കായുള്ള ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് നടത്തിയ ഒരു വിശകലനം കാണിക്കുന്നത് കർഷക ഗ്രാമീണ തൊഴിലാളികളും അവിദഗ്ധ തൊഴിലാളികളും അടങ്ങുന്ന താഴ്ന്ന വരുമാനമുള്ള ഗ്രൂപ്പുകളുടെ വേതനം തകർച്ചയോ അല്ലെങ്കിൽ നിസാരമായ വേതന വളർച്ചയോ ആണ് കാണിക്കുന്നത് എന്നാണ്. ഇതിന് വിപരീതമായി വരുമാന പരിധിയിലെ ഏറ്റവും ഉയർന്ന 50%-ത്തെ പ്രതിനിധീകരിക്കുന്ന കോർപ്പറേറ്റുകളുടെ വേതനം കഴിഞ്ഞ 2 വർഷത്തിനിടെ 10%-ലധികം വർദ്ധിച്ചു. വ്യക്തികൾ നൽകുന്നതിനെ അപേക്ഷിച്ച് അവർ അടയ്ക്കുന്ന നികുതികൾ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ വൻകിട കോർപ്പറേഷനുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ നിന്ന് വല്ലാതെ പ്രയോജനം നേടിയിട്ടുണ്ട് എന്നാണ് സർവേ പറയുന്നത്.
പറയുന്നത്. 1990-കൾക്ക് ശേഷം ഇത് 3 തവണ മാത്രമാണ് വ്യക്തികൾ കോർപ്പറേഷനുകളേക്കാൾ കൂടുതൽ നികുതിയായി അടച്ചത്. ആദ്യത്തേത് 1991-92-ലും പിന്നീട് 2020-21-ലുമായിരുന്നു. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് ലഭിച്ച 35,000 കമ്പനികളുടെ മൊത്തത്തിലുള്ള ഡാറ്റ ഉദ്ധരിച്ച് സാമ്പത്തിക നിരൂപകൻ വിവേക് കൗൾ പറയുന്നത് 2018-19നും 2021-22നും ഇടയിൽ ഈ കമ്പനികളുടെ നികുതിക്ക് മുമ്പുള്ള ലാഭം 144% വർദ്ധിച്ചതായി സൂചിപ്പിക്കുന്നു എന്നാണ്. 2019 സെപ്റ്റംബറിൽ സർക്കാർ കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറച്ചതിനെ തുടർന്നാണ് അവരുടെ ലാഭം വൻതോതിൽ വർദ്ധിച്ചത്. ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് താഴ്ച രേഖപ്പെടുത്തിയിട്ടും ആനുകൂല്യങ്ങളൊന്നും അതിൻ്റെ ഉപഭോക്താക്കൾക്ക് കൈമാറാത്തതിനാൽ പരോക്ഷ പ്രതിലോമ നികുതി എന്ന നിലയിൽ ഇത് വരുമാന സ്കെയിലിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരെ കൂടുതൽ ദ്രോഹിക്കുന്നു എന്നിങ്ങനെ ഇന്ത്യക്കാരുടെ സാധാരണ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന സർവേ ഫലം പുറത്തു വന്നിട്ടും അതൊന്നും ചർച്ച ചെയ്യാനോ ശക്തമായ പ്രതികരണം നടത്താനോ ആവാത്ത തരത്തിൽ രാജ്യത്തെ മനുഷ്യ മസ്തിഷ്കങ്ങളിൽ മതക്കൊഴുപ്പ് പുരണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരം.